നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ ക്ലീറ്റോ? ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റ് മോളുടെ കല്യാണമായിരുന്നല്ലോ ഇന്നലെ. അതിന്റെ വീഡിയോ ഞാൻ നിൽക്കണ നോക്കി. എനിക്കൊന്നും കണ്ട ഒരു കല്യാണം പാർട്ടിയിലും അല്ല വെയിലും കൊള്ളാനാണെങ്കിൽ എന്നെ വിളിച്ചിട്ടുണ്ടോ? ഒരു കല്യാണം ഒന്നും വന്ന് കൊണ്ടുപോകരുത് കേട്ടാ. എടി ഞങ്ങൾ ഇന്നലെ പാർട്ടിക്കാരെല്ലാരും കൂടെ ഒരു വണ്ടിയിലല്ലേ പോയേ. അതിനകത്ത് നിന്നെ കുത്തി ഞെരിച്ചോണ്ട് പോകാൻ പറ്റുമോ? നമുക്ക് രണ്ടുപേർക്കും കൂടി ഒറ്റയ്ക്ക് പോയിരുന്നല്ലോ. അതെന്താ ചെയ്യാഞ്ഞേ? രണ്ടുപേർക്കും കൂടെ ഒറ്റയ്ക്കോ? അല്ല നമ്മൾ രണ്ടുപേരും കൂടി തന്നെ അങ്ങോട്ട് പോകണം. എന്താ അറിയാമോ, ഞങ്ങൾ അവിടെ പാർട്ടിക്കാരെല്ലാം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓടി നടക്കേണ്ടി വരും. പിന്നെ നീ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ നീ നോക്കിയടി ഇതേ വേണ്ട. ഇത് സ്വീകരിക്കാൻ നിൽക്കുന്ന പിള്ളേരെ കണ്ട ഭയങ്കര മോഡൽസ്. ഇത് നിങ്ങൾക്ക് എന്താ മേത്ത് ഇറച്ചിയില്ലേ? എന്തിനാ ഉള്ളതാണ്? എടി അവളന്മാരാ സാരി എടുത്തോണ്ട് നിൽക്കണ കാണാൻ തന്നെ എന്താ ഒരു കല. എല്ലാം ഒരു വീട്ടിലുള്ള പോലെ ഉണ്ട്. പിന്നെ എന്തു കല? ഞങ്ങളൊക്കെ സാരി എടുത്താൽ നല്ലതാ. ഞങ്ങൾ സാരി എടുക്കണതിനെ കുറിച്ചൊന്നും പറയണ്ട. എന്തേ? സാരി എടുത്തിട്ട് അങ്ങ് ഇറങ്ങിയാൽ മതി. ഒരുമാതിരി കുട്ടിയാനെ പറ എടുക്കാൻ നിൽക്കും പോലെ ഇരിക്കും. എന്ത് ക്ലീറ്റോ? ഉള്ളത് തന്നെ പറഞ്ഞാൽ നോക്കടി. എവിടെമാര് സാരി എടുത്തോണ്ട് നിൽക്കണ കാണാൻ തന്നെ ഒരു കലയുണ്ട്. വേണ്ട എന്താ ഭംഗി അതിന്റെ. അതുങ്ങളൊന്നും കല്യാണം കഴിയാതെ പ്രസവിക്കാത്ത പെണ്ണുങ്ങളാ. ഞാൻ അങ്ങനെയാണോ? ഞാനൊന്ന് പറ്റതാ. ഓ പിന്നെ എന്തായാലും പറഞ്ഞ ഉടനെ പറയും ഞാനൊന്ന് പെറ്റതല്ലേ. ആ നടരാജന്റെ ഭാര്യ ഉണ്ടല്ലോ, 3 എണ്ണമാ പെറ്റേക്കണേ. അവളെ എന്നിട്ട് ഇപ്പോഴും കാണാൻ എങ്ങനെയാ പെൻസിൽ പോലെ ഇരിക്കണേ. അവള് ചുരിദാറിട്ടാൽ എന്താ ഭംഗി, സാരി കൊടുത്താൽ എന്താ ഭംഗി, ഇനി മറ്റേ എന്തോ ലാച്ചയോ അതിട്ടാലോ കാണാൻ എന്തേലും കുറവുണ്ടോടി? പെണ്ണുങ്ങളെ അങ്ങനെ വേണം. അവളെ പോലെയാണോ ക്ലീറ്റോ? ഞാൻ എന്റെ കഷ്ടപ്പാട് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയി പോണേ. നിനക്ക് എന്താടി ഇവിടെ കഷ്ടപ്പാട്? എനിക്ക് ഒരു കൊച്ചിനെ വെച്ചുണ്ടാക്കണാണോ നിന്റെ കഷ്ടപ്പാട്? കണ്ട വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. ഓ അവളെ കഷ്ടപ്പാട് പറയുന്നു. ഈ നിൽക്കുന്ന മോഡൽസ് പോട്ട് അവിടെ വന്ന പെണ്ണുങ്ങളെയൊക്കെ നോക്കണം. എല്ലാവരും നല്ല മെലിഞ്ഞ് സാരിയൊക്കെ കൊടുത്ത് നല്ല ആ ശരീര വടിവും അതൊക്കെ ഒന്ന് കാണണം. അത്രയ്ക്ക് വണ്ണമൊന്നുമില്ല എനിക്ക്. എടി വല്ലപ്പോഴും ഒക്കെ ഒന്ന് കണ്ണാടി നോക്കണം. നീ എപ്പോഴും നിന്റെ തലയ്ക്ക് മേപ്പോട്ടല്ലേ നോക്കിയിട്ടുള്ളൂ. ഈ താഴോട്ട് എപ്പോഴെങ്കിലും നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാ? ടോയറും ചാടി ഒരുമാതിരി. ഏതെങ്കിലും ഒരു നൈറ്റ് നിനക്ക് പാകത്തിന് ഇന്നേ വരെ കിട്ടിയിട്ടുണ്ടോ? എപ്പോൾ വാങ്ങിച്ചോണ്ടെന്നാലും അതിനെ താഴെ നിന്ന് വെട്ടി പിന്നെ വേറൊരു പീസ് വെച്ച് ജോയിന്റ് ചെയ്ത്, അല്ലാതെ നിനക്ക് സമാധാനമായിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അടി ക്ലീറ്റോ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ വണ്ണം കുറയ്ക്കാനും വണ്ണം കൂടുതലാണെന്നൊന്നും. പറഞ്ഞാൽ ഇവളിപ്പോൾ അങ്ങ് മല മറിച്ച് കളയും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നീ അപ്പം മുട്ടാതർക്കമായിട്ട് തിരിച്ചു നിൽക്കും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയാത്ത. പിന്നെ പുറത്തുനിന്ന് വീട്ടിലോട്ട് വന്ന് കയറി കഴിഞ്ഞ ഉടനെ കാണുന്ന കാഴ്ച ദേഹം മുഴുവനും മീൻകറിയുടെ സ്മെല്ലും പിന്നെ ദോശമാവിൻ്റെ ഇതുമൊക്കെ തേച്ചിട്ട് എന്നെക്കൊണ്ടേ കൂടുതലൊന്നും പറയിക്കണ്ട. ഞാനേ ഇനി ഇവിടെ ഇരുന്ന് വല്ലതും പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും. ചായ ഉണ്ടാക്കി വെച്ചേക്കുന്നവള്. നിനക്കെന്താ എന്നെ പറഞ്ഞാൽ കേട്ടത്ര വലിയ ധൃതി? അല്ല വൈകി അതല്ലേ. എനിക്ക് കുടിക്കാൻ ഇഷ്ടമല്ല. അവിടെ വെള്ളല്ലേ? എനിക്ക് ഇവിടെ വന്നിട്ട് ദാഹിച്ച്. എന്തോ രഹസ്യം പറയാനുണ്ട്. വെള്ളം വേണ്ടല്ലോ? വേണ്ട. ഒരാളി എന്താണ്? വേഗം ചോദിക്കണം, എനിക്ക് ഓഫീസുണ്ട്. അതെ, ഈ വണ്ണമുള്ളവരെ കാണാൻ കൊള്ളൂലേടാ? അങ്ങനെ വണ്ണമുള്ളവരെ തടിച്ചവരെ കാണാൻ കൊള്ളൂലേ? കൊള്ളൂല. ഇല്ലേ? അവരെ ഭർത്താക്കന്മാർക്കൊന്നും ഇഷ്ടാവൂല? ഒരിക്കലും ഇഷ്ടാവില്ല. എനിക്കിഷ്ടമല്ലല്ലോ. പിന്നെന്താ? നീ എന്നൊന്ന് നോക്കിക്കേ. എനിക്ക് ഭയങ്കര തടി പറയോ? ഉറപ്പായിട്ടും പറയും. വെറുതെ ചുമ്മാ. ആര് പറഞ്ഞു? നല്ല തടിയല്ലേ നിനക്ക്? അത്ര തടിയൊന്നുമില്ല. അല്ല അപ്പൊ ഇത് ചോദിക്കാനാ നീ വന്നത്? അതല്ലടാ, നീയേ എന്റെ ഇവിടെ നിങ്ങോട് ഭയങ്കര വൃത്തിയേടാന്ന് പറയണത് ശരിയാണോ? ഉറപ്പായിട്ട് ശരിയാണ്. ആണോ? ഭയങ്കര വൃത്തിയേടാ? ഭയങ്കര വൃത്തിയേടാ. നിന്നോട് ഞാൻ എന്നോ പറയുന്നതാണ് ഈ തടി കുറക്കണം എന്ന്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. ഇനിയിപ്പോ ഒന്നും പറയണ്ട. ഇനി ആ പോണ പോലെ അങ്ങ് പൊക്കോട്ടെ. വേറെ ആരും അങ്ങനെ പറയാറില്ലല്ലോ. അങ്ങനെ ഇപ്പൊ എന്താ ചോദിക്കാൻ കാരണം? അത് ക്ലീറ്റോ അങ്ങനെ പറഞ്ഞു ഇവിടെ നിങ്ങോട് ഭയങ്കര വൃത്തിയേടാന്ന്. ക്ലീറ്റോ? അവൻ ചില സത്യങ്ങൾ അവൻ നന്നായിട്ട് പറയും. ഇതിപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് വന്നതിനായിരിക്കും. കൊള്ളൂലാന്ന്. സത്യത്തില് പെൺകുട്ടികൾ എപ്പോഴും മെലിഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ലത്. ഈ മെലിഞ്ഞ പെണ്ണുങ്ങളൊക്കെ ശരിക്കും ഇങ്ങനെ സാരി ചുറ്റിയിട്ട് അവരൊക്കെ ഇങ്ങനെ കൂടെ കൊണ്ടുപോകാൻ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് മടുക്കുകയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ തടിയും കൂടി.
അപ്പൊ ഒരു സന്തോഷം തോന്നില്ല. ഇപ്പൊ നീയൊക്കെ സാരി ചുറ്റി പോണ കണ്ടല്ലോ, ഈ വൈക്കോൽ തുറു വൈക്കോലിന്റെ തുറു അതിങ്ങനെ കൂന കൂടിയിട്ടില്ല, അതിന്റെ മുകളിൽ ഇങ്ങനെ തുണി ചുറ്റി പോലെയാണ്, കൊള്ളൂല. ആ പറ്റിക്കുന്നതല്ലേ? പറ്റിക്കാൻ പറയണാണോ? പറ്റിക്കാനാ? സത്യാണിത്. ഇത് ചോദിക്കാൻ വേണ്ടി വന്നതല്ലേ? ഉറപ്പായിട്ടും ഇത് അടുവ് കൂടുതൽ തന്നെയാണ്, യാതൊരു തർക്കമില്ല. അത് ക്ലീറ്റസ് പറഞ്ഞാൽ വളരെ കറക്റ്റാ. അച്ചട്ടാ, കൊള്ളൂല. $10,000 2,000 ആണെങ്കിൽ ഞാൻ തരാം, വിഷമിക്കണ്ട. അയ്യോ, ഞാൻ പൈസക്ക് വന്നല്ലോ അതിന്. അവന്റെ ഓഫീസിലൊരു പെണ്ണ് ഉണ്ടായില് മറ്റേ ചുരിദാർ തയ്ക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നീ ഇന്ന് വന്നേ, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താന്ന്? ഈ എനിക്ക് വേണ്ടിട്ടല്ല, ഈ വണ്ണം ഇല്ലേ, വണ്ണം നമ്മള് വണ്ണം വെച്ചിരിക്കുമല്ലോ, അത് കുറയ്ക്കാൻ എന്താണ്ട് മരുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടല്ലോ, ശരിയാണോ? എന്തിനാ മരുന്ന്? അയ്യേ, എനിക്ക് വേണ്ടിട്ടല്ല, ഇത് എന്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിട്ടാടി. അയ്യോ, ആ പെണ്ണിനെ വണ്ണ. അതായത് ഞാനറിയാത്ത കൂട്ടുകാരി. ഇതിന് നീ അറിയൂല, ഇത് 10ാം ക്ലാസ്സിൽ പണ്ട് എന്റെ കൂടെ പഠിച്ചതാ. അപ്പൊ ഇന്നാള് ഞാൻ ആശുപത്രി പോയില്ലേ, അന്നേരം അത് അവിടെ നിക്കണോണ്ട് എന്റെ മോളെ ആ പെണ്ണങ്ങോട്ട് വണ്ണം വെച്ചില്ലേ, ഭയങ്കര വൃത്തികേടായിന്ന്. അതിന് കെട്ടുവിന് ഇഷ്ടല്ലടി. എന്ത് തടി വെച്ചതോ? ആ, തടി വെച്ചോണ്ട് അതിന് ഇഷ്ടല്ലാന്നേ. അതിനിപ്പോ തടി കുറയ്ക്കാൻ സിമ്പിൾ അല്ലേ, എക്സസൈസ് ചെയ്താ പോരെ. എക്സസൈസ് ചെയ്യാൻ അതിന് ഇഷ്ടല്ല. പിന്നെ വേറെ വല്ല ഈ വേറെ എന്തെങ്കിലും ഒക്കെ ഞാൻ നെറ്റിലെ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ അവളോട് പറഞ്ഞു, എന്റെ നാത്തൂന് ഭയങ്കര ബുദ്ധിയാന്ന്. അപ്പൊ അവക്ക് അതൊക്കെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. എന്താന്നറിയാവോ, വാഴപ്പിണ്ടിയുടെ നീര് വെറും വയറ്റില് കുടിക്കണം. അയ്യേ, എന്താ അയ്യേ? അറക്കൂലേ? എന്നാ പിന്നെ വേറൊരു സംഭവം ഉണ്ട്, എന്താ അറിയാമോ? കറ്റാർ വാഴയുടെ നീരെടുത്തിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് കഴിക്കണം വെറും വയറ്റില്. നമുക്കിവിടെ ഇല്ലല്ലോ. അല്ല, നമുക്കല്ല, അതല്ല വീട്ടിലും ഉണ്ടാവൂല്ലോ. അത് മേടിച്ച് നട്ടാ പോരെ. അതല്ല, പിന്നെന്തായിരുന്നു? ചെറിയ ചൂടുവെള്ളത്തില് നാരങ്ങ നീര് പിഴിഞ്ഞ് അതിൽ കുറച്ച് തേനും കൂടി ഒഴിച്ച്. അതല്ലാന്നേ, ഈ എന്താണ്ട് ഗുളികയോ പൗഡറൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും. ഇതൊക്കെ ഭയങ്കര മരുന്ന് എന്താന്നറിയാമോ? പിന്നെ ഏതാണ്ട് ഇലകളൊക്കെ പിഴിഞ്ഞ നീരും പിന്നെ വേരിട്ട് തിളപ്പിച്ചതും അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോണ്ടിരുന്നാ മതിന്ന്. അതല്ലാന്ന്, ഈ എന്താണ്ട് ബോട്ടിലൊക്കെ ഇത് വരൂലേന്നേ, പൗഡർ പോലെയോ ഗുളികയോ. അതന്നെ. അതെന്താ സിനിമാ നടിമാരൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണെന്നും പറഞ്ഞ ഒരു പടമൊക്കെ ഇട്ട പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു ഫേസ്ബുക്കില്. അത് ആ പൗഡർ കലക്കി കുടിക്കണം. ആ പൗഡർ ഇങ്ങനെ കലക്കി കുടിക്കണം. എന്നിട്ട് അവര് പറയണ സമയത്തൊക്കെ ഇത് കുടിച്ചോണ്ടിരുന്നാ മതി, പെട്ടെന്ന് തടി കുറയൂന്ന്. അങ്ങനെ കുറഞ്ഞിട്ടുണ്ടോ? പിന്നെ അതിന്റെ കൂടെ ഏതോ 2 ഗുളികയും കൂടി കഴിക്കണം, അത്രയും മതി. അത് കുഴപ്പമില്ല, എന്ത് ആഹാരം വേണമെങ്കിലും കഴിക്കാന്ന്. ആണല്ലേ? ഇതിനിപ്പോ എവിടുന്ന് കിട്ടും നമുക്ക്? അതാണ്, ഇത് എവിടുന്ന് കിട്ടും അതെനിക്ക് അറിഞ്ഞൂടാ. ആ നമ്പറിലെങ്ങാനും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്പറൊന്നും എടുത്തു ആ കൊച്ചു രക്ഷപ്പെടും. ഞാൻ നോക്കട്ടെ, ആ നമ്പർ നോക്കിട്ട് വിളിക്കാൻ പറ. അതല്ല, ഞാൻ വേറെ ചോദിച്ചോട്ടെ, ഒരുപാട് പൈസ ആവോ ഇതിന്? പൈസ ആകെ പ്രശ്നമാവും. അതിനങ്ങനെ എങ്ങനെയൊക്കെയോ ജീവിക്കണ ഒരു പെണ്ണാടി, അത് കെട്ടിയനാണെങ്കിൽ ഒരു കാശിന് കൊള്ളുകയുമില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അത് മേടിക്കാൻ വേണ്ടി ഒരുപാട് ദൂരത്തേക്കൊന്നും പോവൊന്നും വേണ്ട. ഈ സാധനം നമ്മൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ട് തരും. വീട്ടിൽ കൊണ്ട് തരുമോ? അങ്ങനെയല്ലേ ഇത്? അത് കൊള്ളാല്ലേ. കൊറേ സിനിമാ നടിമാരൊക്കെ മെലിഞ്ഞിട്ടുണ്ടെന്ന്. അത് കിട്ടി പിറ്റേ ദിവസം മുതൽ തന്നെ ഞാൻ കുടിക്കും. നോക്കിക്കോ, ഞാൻ കുടിക്കാൻ അവളോട് പറയൂന്ന്. എന്നാലല്ലേ കുറയുള്ളൂ. നമ്പർ നോക്കിയെടുത്തിട്ട് അമ്മളെ പാവ പെണ്ണിന്റെ ജീവിതം രക്ഷിക്കുന്നേ. അതാ ഫേസ്ബുക്കിൽ ഉണ്ടാവും, ഞാൻ നോക്കി തരാം. നോക്കിട്ട് തന്നെ ഞാനിപ്പൊ നിക്കണോ? അതോ ഞാൻ നോക്കി വെച്ചേക്കാം. ഇപ്പൊ ഇവിടുത്തെ പണിയൊന്നും ചെയ്യണ്ടേ എനിക്ക്? അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. അയ്യോ